ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. ബിഗിനേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ആർട്ടാണിത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്ന മുട്ടത്തോടാണ്. അപ്പം നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മുട്ടത്തോടുകൾ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ കൈകൊണ്ട് വെറുതെ ഇതുപോലെ പൊടിച്ചു കൊടുത്താൽ മതി. ഒരുപാട് വലിയ സൈസ് വേണ്ട, എന്നാലും ഒരുപാട് ചെറുതും ആവരുത്. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഇതുപോലെ പൊളിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഫുള്ള് ചെയ്യാനായിട്ട് ഒരു 3 മുട്ടയുടെ തോടെങ്കിലും വേണം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ മുട്ടത്തോടും ഒന്ന് പൊളിച്ചെടുക്കാം. വെറുതെ ഇങ്ങനെ പൊളിച്ചെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ നിങ്ങളെ വീഡിയോ കാണിക്കാൻ വേണ്ടി ഇതുപോലെ പതിയെ പൊളിക്കുന്നേ ഉള്ളൂ. വെറുതെ ജസ്റ്റ് ഒന്ന് ഞെക്കി കൊടുത്താൽ മതി, അത് നന്നായിട്ട് തന്നെ പൊളിഞ്ഞു പോകുന്നുള്ളൂ. അതുപോലെ കറക്റ്റ് ഷേപ്പൊന്നും വേണമെന്നൊന്നുമില്ല, കറക്റ്റ് ഷേപ്പിലൊന്നുമല്ല നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് സൈസ് ചെറുതോ വലുതോ എന്തായാലും കുഴപ്പമില്ല. എന്നാലും ഏകദേശം ഒരുപാട് സൈസ് ആവാതിരിക്കുന്നതായിരിക്കും നല്ലത്. ചെറിയ സൈസ് ആകുമ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കിനും ഒരു ഭംഗിയുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ബാക്കിയുള്ള തോടുകളും നമുക്ക് പൊളിച്ചെടുക്കാം. അപ്പോൾ ഈ വർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് മുട്ടത്തോടൊന്നും ആവശ്യമില്ല കേട്ടോ. കുറച്ച് മുട്ടത്തോട് എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ കുറച്ച് പൊടിച്ചതിന് ശേഷം മുട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ബാക്കിയുള്ളവ പൊടിച്ചെടുത്താൽ മതി. ഇല്ലെങ്കിൽ നമ്മുടെ മുട്ടത്തോടെല്ലാം വേസ്റ്റ് ആയിട്ട് പോകും. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ നല്ല വലുപ്പത്തിലുള്ള നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നല്ല വലുപ്പത്തിലാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. അതുമല്ല, നമ്മുടെ വലിയ ബോട്ടിലായതുകൊണ്ട് തന്നെ നല്ല വലുപ്പത്തിൽ ഒട്ടിച്ചു കൊടുത്താലേ ഭംഗിയുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് മുട്ടത്തോടുകൾ ഇതിലേക്ക് ഫുള്ളൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ മുട്ടത്തോടുകൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ചെറുതും വലുതുമായ പീസുകൾ ഇടയ്ക്കിടയ്ക്കെല്ലാം ഒട്ടിച്ചു കൊടുക്കണം. എന്നാലേ ഒരു ഫിനിഷിംഗ് ലുക്ക് കിട്ടത്തുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പൊന്നും ഉണ്ടാവാൻ പാടില്ല, ഒരുപാട് ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. കുറച്ച് ഗ്യാപ്പൊക്കെ ഓക്കെയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാട് എക്സസ് എമൗണ്ട് എടുക്കാതെ കുറച്ചെടുത്തതിന് ശേഷം അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മുട്ടത്തോട് ഒട്ടി കിട്ടുകയും ചെയ്യും. ഇല്ലെങ്കിൽ ഒട്ടാനും താമസമാണ്. അതുമല്ല, ഇങ്ങനെ ഒഴുകി പോകും നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നതെല്ലാം. അത്യാവശ്യം വലിയൊരു റൗണ്ട് ഷേപ്പിൽ തന്നെ നിങ്ങൾ മുട്ടത്തോടുകൾ ഒട്ടിച്ചു കൊടുക്കണം. എന്നാലേ ഉള്ളൂ നല്ലൊരു ഭംഗിയായിരിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ ഒരെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി താഴത്തെ പോർഷനിൽ നമ്മൾ ഒരു ഹാഫായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബോട്ടിലിൻ്റെ താഴത്തെ പോർഷൻ ഫുള്ള് നമ്മൾ ഹാഫായിട്ടും അതുപോലെ മുകളിലത്തെ പോർഷൻ ഫുൾ റൗണ്ടായിട്ടുമാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ഫെവിക്കോൾ അപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിന് മുകളിലേക്ക് ചെറുതും വലുതുമായ നമ്മുടെ എഗ്ഷെല്ലിൻ്റെ പീസസ് എല്ലാം നമ്മൾ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം.
അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എക്സെല്ല് വെച്ചിട്ട് മാത്രമല്ല തെർമോക്കോൾ ബോൾസ് വെച്ചിട്ടും അതുപോലെ തന്നെ പേപ്പർ വെച്ചിട്ടും ഫോം ഷീറ്റ് വെച്ചിട്ടും ഒക്കെ ചെയ്യാവുന്നതാണ്. ഏത് രീതിയിൽ ചെയ്തെടുത്താലും നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ രീതിയിലൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്കിത് ഇങ്ങനെ പെയിൻ്റ് അടിക്കാതെ വെക്കണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. അതല്ല പെയിൻ്റ് അടിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മളിപ്പോൾ ഇത് പെയിൻ്റ് അടിച്ചിട്ടാണ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ പെയിൻ്റ് അടിക്കാതെ ഒരു ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമ്മൾ പെയിൻ്റ് അടിച്ചിട്ട് വെച്ചാലും പെയിൻ്റ് അടിക്കാതെ വെച്ചാലും നല്ലൊരു ലുക്കാണ് നമ്മുടെ ബോട്ടിൽ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ മുട്ടത്തോട് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് ഗ്യാപ്പൊന്നും ഇടാതെ വേണം ഒട്ടിച്ച് കൊടുക്കാൻ. എന്നാലേ ഉള്ളൂ നല്ലൊരു ഭംഗി കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരുപാട് ഗ്യാപ്പ് ഇടാതെയും അതുപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ടും വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ബോട്ടിൽ ഫുള്ള് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ നമ്മളിവിടെ ബോട്ടിൽ ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട്. എങ്ങനെ വെക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, അല്ല പെയിൻ്റ് അടിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ അടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഇതിന് ഓരോന്നിനും കളർ അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ പല കളേഴ്സാണ് ഈ റൗണ്ട്സിന് ഓരോന്നിനുമായിട്ട് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു യെല്ലോ കളറാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ കളർ അടിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് ഡാർക്കായിട്ട് അടിച്ചു കൊടുക്കാതെ ലൈറ്റായിട്ട് തന്നെ അടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒരുപാട് ഡാർക്കായിട്ട് അടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ വർക്ക് കാണാനൊരു ഭംഗി ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ ഇതുപോലെ ലൈറ്റിലായിട്ട് നന്നായിട്ട് ലൈറ്റായിട്ട് തന്നെ അടിച്ചു കൊടുത്താൽ മതി. ഇനി ഒരുപാട് ഡാർക്ക് കളറാണെങ്കിൽ നിങ്ങൾക്ക് കളറ് ഇച്ചിരി വെള്ളം മിക്സ് ചെയ്തിട്ടൊന്ന് അടിക്കാം. അപ്പോൾ അടുത്തത് നമ്മൾ റെഡ് കളറാണ് അടിച്ചു കൊടുക്കുന്നത്. അതും ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. ആ വൈറ്റ് കളർ മുട്ടത്തോടിൻ്റെ വൈറ്റ് കളർ കാണുന്ന വിധത്തിൽ വേണം അടിച്ചു കൊടുക്കാനായിട്ട്, എന്നാലേ ഒരു ഭംഗി ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അടുത്ത് നമ്മളൊരു വയലറ്റ് കളറാണ് അടിച്ചു കൊടുക്കുന്നത്. പക്ഷേ ഇതിൽ ക്യാമറയിൽ നേവി ബ്ലൂ കളറായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ആക്ച്വലി ഇത് വയലറ്റ് കളറാണ്. അപ്പോൾ നമുക്ക് വയലറ്റ് കളറും ഈ ഒരു രീതിയിൽ അടിച്ചു കൊടുക്കാം. കണ്ടോ, വൈറ്റൊക്കെ ഇടയ്ക്ക് കാണുമ്പോൾ നല്ലൊരു ലുക്കില്ലേ. അപ്പോൾ ഇനി നമ്മളൊരു ഡാർക്ക് പിങ്കാണ് എടുത്തിരിക്കുന്നത്. ഇതും തീരെ നമ്മൾ ലൈറ്റാക്കിയാണ് അടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഫുള്ള് കളർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഭംഗിയില്ലേ നമ്മുടെ ബോട്ടിൽ കാണാനായിട്ട്. ഇനി വാർണിഷ് കൂടെയൊക്കെ അടിച്ചു കഴിയുമ്പോൾ നല്ലൊരു ലുക്കായിരിക്കും. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാവുന്നൊരു വർക്കാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിലെ ഫൈനൽ ലുക്ക്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ വൈറ്റ് കളറിൽ വെച്ചാലും നല്ല ഭംഗിയാണ്, നമ്മൾ കളർ അടിച്ച് കൊടുത്താലും ഭംഗിയാണ്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണേ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.